അഡോളസെൻസ് അത് ചെറിയൊരു വാക്കല്ല, ചെറിയൊരു പ്രായമല്ല, എല്ലാത്തിന്റെയും ആദ്യവും അവസാനവും സംഭവിക്കാവുന്ന ക്രൂഷ്യൽ ഏജ്. സീരീസ് കണ്ടവർക്കറിയാം അതിലെ പല ഭാഗങ്ങളും പതിയുന്നത് നമ്മുടെ മനസ്സിലാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ സീരീസ് കണ്ടതിന് ശേഷം കൗമാരക്കാരായ മക്കളുടെ ശീലത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചവരാവും പല മാതാപിതാക്കളും. ഇപ്പോഴിതാ ലോകം മുഴുവൻ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നു. കൗമാരക്കാരുടെ ജീവിതം, അവരുടെ ചിന്താഗതികൾ എങ്ങനെയാണ്? ഒന്നിനെയും നിഷേധിക്കാത്ത, ഒന്നിനും മറുപടി പറയാതെ നിന്നുപോകുന്ന നമ്മുടെ കൗമാരക്കാരുടെ കഥ പറയുന്ന ഈ ഒരു ബ്രിട്ടീഷ് വെബ് സീരീസ് അഡോളസെൻസ് ഇറങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ഈ ഒരു സീരീസ് കണ്ടിരിക്കുന്നത് 64 മില്യണിൽ അധികം ആളുകളാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് പ്രധാന ആത്മഹത്യകളും കുറ്റകൃത്യങ്ങളും എടുത്തു നോക്കിയാൽ അതിൽ പങ്കാളികളായിരിക്കുന്നത് കൗമാരക്കാരാണ്. കൗമാരം ശരിക്കും പേടിക്കേണ്ട കാലഘട്ടമായോ എന്ന സംശയത്തിലാണ് പല മാതാപിതാക്കളും. ജീവിതത്തിൽ ഒരാൾക്ക് എന്തും ചെയ്യാനുള്ള എനർജി ഉള്ളൊരു സമയം, പുതുതായുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്ന പ്രായം, അറിയാൻ ശ്രമിക്കുന്ന പ്രായം, ശരിക്കും പറഞ്ഞാൽ ചോരത്തിളപ്പിന്റെ പ്രായം, അതാണ് കൗമാരം. എന്നാൽ 80s-ലെയും 90s-ലെയും ആളുകളുടെ കൗമാരമല്ല ഇപ്പോൾ പൂക്കികളെന്നും ജെൻസികളെന്നും നമ്മൾ വിളിക്കുന്ന ഇപ്പോഴത്തെ ഈ ജനറേഷന്റെ കൗമാരം. പൂക്കീസ് കൗമാരത്തിലെത്തിയപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ ഈ പറയുന്ന 80-കളിലെയോ 90-കളിലെയോ പേരൻസിന് പറ്റുന്നുണ്ടോ എന്നതും വളരെ വലിയ കാര്യമാണ്. സിനിമകളും സോഷ്യൽ മീഡിയയും എല്ലാം വളരെ വലിയ സ്വാധീനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് നമ്മുടെ മനുഷ്യ മനസ്സിനെയും വികാരങ്ങളെയും കുറിച്ച് ചെയ്യുന്ന സീരീസുകളും സിനിമകളും വളരെ വേഗത്തിലാണ് ആളുകൾ കണക്ട് ആവുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടുതലായും സിനിമകളും സീരീസുകളും പഠനങ്ങളും എല്ലാം നടക്കുന്നതും അതുവഴി ജനങ്ങളെ അവബോധരാക്കാൻ ശ്രമിക്കുന്നതും അമേരിക്കയും ബ്രിട്ടനും ചൈനയും ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ അടുത്തിടയ്ക്ക് എന്തും ചെയ്യാൻ പേടിയില്ലാത്ത, എപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വിഷാദത്തിലേക്കും ലഹരിക്കും സോഷ്യൽ മീഡിയയുടെ വിശാല ലോകത്തും തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരുള്ള നമ്മുടെ കേരളവും ചർച്ച ചെയ്യേണ്ടത് അഡോളസൻസ് പോലെയുള്ള വിഷയങ്ങൾ തന്നെയല്ലേ എന്ന് തോന്നുന്നു. ഇന്റർനെറ്റ് ലോകത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളുള്ള ഒരു ലോകം, അതിൽ അവർ പിന്തുടരുന്ന ആളുകളുടെ ചിന്താഗതികളെ പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുന്ന കുട്ടികൾ, ആരെയൊക്കെയോ പിന്തുടർന്നുകൊണ്ട് അവരായി മാറാൻ ശ്രമിക്കുന്നവർ, അതാണ് ഈ സീരീസ് പ്രധാനമായും പറയുന്നത്. സ്ത്രീകളെ വെറുക്കുന്ന ഇൻസൽ പോലൊരു കമ്മ്യൂണിറ്റി, അതിലെ ചിന്തകളെ മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച ഈ കഥയിലെ കൗമാരക്കാരൻ എത്തിപ്പെടുന്നത് മായ്ക്കാൻ പറ്റാത്ത കുറ്റകൃത്യത്തിലേക്കാണ്. അന്വേഷിക്കുന്ന ആളുകൾക്ക് പോലും പിടികിട്ടാത്ത ലോകമായിരുന്നു ആ കുട്ടി കണ്ടെത്തിയത്. ഈ സീരീസ് നമ്മളെ കൊണ്ടുപോകുന്നത് വൈകാരികതയുടെ ലോകത്തേക്കാണ്. കണ്ടിട്ട് കണ്ണു നിറഞ്ഞ മാതാപിതാക്കൾ ഒരുപാടായിരിക്കാം. എന്നാൽ ഇത് വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ വ്യാപകമായതും ഇനിയും മുന്നോട്ട് കുതിക്കുന്നതുമായ ടെക്നോളജി ലോകത്ത് ഒറ്റപ്പെട്ട മനസ്സുമായി മുന്നേറുന്ന കുട്ടികളുടെ നിസ്സഹായതയാവാം. ഇന്റർനെറ്റ് തുറക്കുന്ന വഴികൾ ഏറെയാണ്. എന്നാൽ പോലും വേറെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട വിധത്തിൽ ട്രെയിനിങ്ങുകൾ നൽകുന്ന നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതിലൊരു അവബോധം അവർക്ക് നൽകണമെന്ന്? പല വീടുകളിലും ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ തെറ്റ് കാണുമ്പോൾ 2 അടി വെച്ച് കൊടുത്തുകൊണ്ടോ അവരെ മര്യാദയ്ക്ക് വളർത്തി എന്ന് പറയുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം അച്ഛനമ്മമാരും. പൊതുവെ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾ കൗമാരപ്രായം എത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതുപോലെ കൗമാരക്കാരായ കുട്ടികളും ഈ പ്രായത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, അവർക്ക് വേണ്ട വ്യക്തമായ ഉത്തരങ്ങളില്ലാതെ അവരുടെ ചോദ്യങ്ങളുമായി ആകുലപ്പെടുകയാണ്. ഇന്നത്തെ കൗമാരക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം അവരെ കേൾക്കാൻ ആളില്ല എന്നതാണ്. ജോലി തിരക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന അച്ഛനും അമ്മയുമുള്ള വീടുകളിലെ ഡൈനിങ് ടേബിളിൽ പോലും പലപ്പോഴായി മാത്രം ഒന്നുചേരുന്ന കുടുംബങ്ങൾ. അങ്ങനെയുള്ള സമയത്ത് കുട്ടികളെ അടക്കിയിരുത്തുന്നതിനായി ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഫോണുകളും ലാപ്പുകളും കൊടുക്കുന്നു. എന്നാൽ ഈ അടഞ്ഞ മുറിയിൽ ഫോണുമായി ഇരിക്കുന്ന അവൻ വീടിന്റെ ചെറിയ മുറിയിലെ 4 ചുവരുകൾക്കുള്ളിലല്ല ഒതുങ്ങുന്നത്. അവിടെ അവൻ തുറക്കുകയാണ് ലോകത്തിന്റെ വിവിധ തലത്തിലേക്കുള്ള വാതിലുകൾ. ആരാണ് തനിക്ക് വേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് തനിക്ക് ചെയ്യേണ്ടതെന്നോ അറിയാതെ അവനായി കണ്ടെത്തുകയാണ് അവിടെ ഒരു ലോകം. ഈ ലോകത്തിൽ അവനെ ഉപദേശിക്കാൻ ആരുമില്ല, അവന്റെ തീരുമാനങ്ങളെ പിന്നോട്ട് വലിക്കാൻ ആരുമില്ല. എല്ലാം സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം. നമ്മൾ പറയുന്നത് പോലെ ഇന്നത്തെ കുട്ടികൾ വളരെ സ്മാർട്ടാണ്, വളരെ അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം അവർ സോഷ്യൽ മീഡിയയിലൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ അവർ സംസാരിച്ചെന്ന് വരാം. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ വളരെ പുറകോട്ടായിരിക്കാം. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല മാതാപിതാക്കളെയും കുട്ടികളാവും മൊബൈൽ ഉപയോഗിക്കാൻ പോലും പഠിപ്പിക്കുന്നത്. എന്നാൽ എല്ലാത്തിനും മീനിങ്സ് ഉള്ള ഒരു ഓൺലൈൻ ലോകത്ത് അതിനൊപ്പം എത്താൻ പേരൻസായി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ അറിയാം. അവൻ എന്റെ മോനല്ലേ, ഈ പ്രായത്തിൽ ഞാൻ ചെയ്തത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇവനൊക്കെ എന്ത് പാവമാണെന്ന് പറയുമ്പോഴും ഇന്നത്തെ പേരൻസ് മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് സൈബർ ലോകത്താണ്, ലഹരിയുടെ ലോകത്താണ്. ഔട്ട്ഡേറ്റഡ് ഉപദേശങ്ങളോ ഔട്ട്ഡേറ്റഡ് ചിന്താഗതികൾ കൊണ്ടോ നമുക്ക് ഇന്നത്തെ കുട്ടികളെ വളർത്താൻ സാധിക്കില്ല. ഇന്ന് അവരുടെ സൗഹൃദങ്ങൾ പല നാടുകളും പല രാജ്യങ്ങളും കടന്നുപോയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം റീലുകളും പോസ്റ്റുകളുമാണ് അവരുടെ ജീവിതം. ലൈക്ക് വാങ്ങുക എന്നത് പഠനത്തിൽ മെഡൽ നേടുന്നതിനേക്കാൾ കാര്യമെന്ന് വിശ്വസിക്കുന്ന കൗമാരം. ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരാളെ പോലെ ആവാൻ പറ്റുന്നില്ല, അവരുടെ അത്രയും ഫോളോവേഴ്സ് ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആക്കുന്നു. അവഗണന, അതായത് പബ്ലിക് ഹ്യൂമിലിയേഷൻ ഒരു തരത്തിലും താങ്ങാൻ കഴിയാത്ത ജനറേഷൻ. ചെറിയ കാര്യങ്ങളിലെ പക പോലും വലിയ അപകടത്തിൽ കൊണ്ടെത്തിക്കാവുന്ന കാലഘട്ടം. ഒരു 13-കാരനോ 13-കാരിയോ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുമോ എന്ന അമ്പരപ്പിനുള്ള ഉത്തരം. നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും കുറച്ച് സമയം കൊടുത്തു നോക്ക്. അവരോടൊപ്പം ഇരുന്ന് അവരുടെ ചിന്താഗതികൾക്കൊപ്പം അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ഒന്ന് സഞ്ചരിക്കാൻ നോക്കിക്കേ. ഈ വലിയ ലോകത്തിൽ എന്തും അവർക്ക് ആദ്യം പറയാനുള്ള ഫ്രീഡം നിങ്ങളായിരിക്കണം. വീട്ടിൽ നിന്നും അവർക്ക് കിട്ടേണ്ട പരിഗണന അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിച്ചാൽ അവരെ നമുക്ക് ഈ അഡോളസൻസിലെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ട് കുറച്ചുകൂടി
അഡോളസൻസ് പ്രൊഡക്റ്റീവ് ആക്കി നല്ല കൗമാരം അവർക്ക് നൽകാൻ സാധിക്കും.